എല്ലാവർക്കും നമസ്കാരം. Today we are going to discuss the concept of electric potential at a point due to a point charge. Okay? അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points A and B അല്ലേ? VAB is equal to work done per unit charge or work done per test charge in bringing that charge from A to B. Okay. So WAB is equal to WAB divided by Q. പിന്നെ ഈ രണ്ട് ഇക്വേഷൻസും നമ്മൾ ഡിറൈവ് ചെയ്തു. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points ആണ് ഈ ഇക്വേഷൻസ് എല്ലാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട റിലേഷൻസ് ആണ്. രണ്ട് പോയിന്റുകൾ എയും ബിയും എന്ന് എടുത്തു കഴിഞ്ഞാൽ ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഇതായിരിക്കും. പിന്നെ ലൈൻ ഇൻ്റഗ്രൽ വെച്ചാണെങ്കിൽ വി യൂസ് ദിസ് ഇക്വേഷൻ. ഇനി നമ്മൾ വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്? വി ആർ നോട്ട് ടേക്കിംഗ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബട്ട് വി ആർ ടേക്കിംഗ് ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഓർ എ സോഴ്സ് ചാർജ്. സോഴ്സ് ചാർജ് എന്നോ പോയിന്റ് ചാർജ് എന്നോ എടുക്കാം. അപ്പോൾ അങ്ങനെ അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാപ്പിൻ്റെ പൊക്കം എത്രയാണെന്ന് ഒരാൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ കണ്ടിട്ട് അടുത്ത ദിവസം പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഇത്രയാണെന്ന് പറയും അല്ലേ, ചിലർ കുറച്ചും കൂടെ വലിപ്പം കൂട്ടി ഇത്രയാണെന്ന് പറയും, ചിലർ ഇത്രയാണെന്ന് പറയും. അങ്ങനെ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നടത്താം. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഒരാളുടെ ഉയരം പറയുമ്പോൾ ഇപ്പോൾ ഇതാണ് തറ നിരപ്പെങ്കിൽ, ദിസ് ഈസ് ദി ഗ്രൗണ്ട്. ഉയരം പറയുമ്പോഴത്തേക്ക് നമ്മൾ അയാൾ ഇത്ര പൊക്കമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പൊക്കമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പൊക്കമുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അയാളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെയാണ് മെഷർ ചെയ്യുന്നത് അല്ലേ. പക്ഷേ മെഷർ ചെയ്യുന്നത് ഒരു പ്രത്യേക ലെവലിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. ആ ഒരു ഐഡിയ ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. ഇപ്പോൾ ഈ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് ഞാൻ എടുത്തു. ഈ പോയിൻ്റിൽ സപ്പോസ് 200 വോൾട്ട് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇഫ് ദിസ് പോയിൻ്റ് ഈസ് 200 വോൾട്ട് പൊട്ടൻഷ്യൽ, ദെൻ ഇറ്റ് ഈസ് മെഷേർഡ് ഫ്രം എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ്. ആക്ച്വലി എങ്ങനെയാണ്? കാരണം ഇവിടെ നിന്ന് ഒരു ചാർജിനെ മൂവ് ചെയ്യിച്ച് വർക്ക് ചെയ്താണ് ഇവിടെ വരുമ്പോൾ 200 വോൾട്ട് ആവുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ 200 വോൾട്ട് ആകുമ്പോൾ ഈ പോയിൻ്റ് ഈ സെറ്റ് 200 വോൾട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. വേറൊരു പോയിൻ്റ് എടുക്കുന്നു, ദിസ് പോയിൻ്റ് ഈസ് അറ്റ് 300 വോൾട്ട് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത്രയും വർക്ക് ചെയ്ത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഇത്രയും വർക്ക് ചെയ്ത് ഇവിടെ എത്തുമ്പോഴാണ് 300 വോൾട്ട് ആവുന്നത്. ജസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഇത് വേറൊരു പോയിൻ്റ് എടുത്തു, ഇത്രയും, ആൻഡ് ദിസ് പോയിൻ്റ് ഈസ് സെറ്റ് 500 വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും വർക്ക് ചെയ്യണം അല്ലേ. അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നുള്ള വർക്ക് ഡണ്ണാണ് നമ്മളെപ്പോഴും മെഷർ ചെയ്യുന്നത്. അപ്പോൾ സെയിം പോയിൻ്റ് തന്നെ ഡിഫറെൻറ്റ് പൊട്ടൻഷ്യൽസിൽ നമുക്കാവാം. എങ്ങനെയാണ്? വർക്ക് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ റെഫറൻസ് പോയിൻ്റ് ഉണ്ട്. ദാറ്റ് പോയിൻ്റ് വി ടേക്കേഴ്സ് അറ്റ് 0 പൊട്ടൻഷ്യൽ. ഇതെന്നെടുക്കുന്നു 0 പൊട്ടൻഷ്യൽ എന്നാണ് ആ പോയിൻറ്റിനെ എടുക്കുന്നത്. ആ ഒരു പർട്ടിക്കുലർ റെഫറൻസ് പോയിൻറ്റിനെ 0 പോയിൻ്റ് എന്ന് ഞാൻ എടുക്കുന്നു. ഓക്കെ, പിടിയിട്ടില്ലോ. പക്ഷേ ഇപ്പോൾ ഈ പോയിൻറ്റും ഈ പോയിൻറ്റിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ പോയിൻ്റ് 100 വോൾട്ടിലാണെങ്കിൽ ഇത്രയും വർക്കാണ്. അപ്പം ഇവിടെ നിന്ന് ഇതുവരെ എത്തുമ്പോൾ എന്താണ് 500 വോൾട്ടാണ്. അപ്പോൾ 500 മൈനസ് 100, ഇതിനിടയിലുള്ള വർക്ക് എത്രയാണ്? 500 മൈനസ് 100 മീൻസ് 400 വോൾട്ട് മാത്രം മതിയാവും. അതാണ് പ്രത്യേകത. ഓക്കെ, അതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് എപ്പോഴും വർക്കാണ്, നമുക്കറിയാമല്ലോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വർക്ക് ഇടണം. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെയുള്ള വർക്ക് അത്ര മതി. പക്ഷേ ഇവിടെ നിന്ന് ഇത്രയാണെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യണം, 500 വോൾട്ട് വർക്ക് ചെയ്യണം. സോ വി ടേക്ക് V is equal to 0 as a reference point from which we measure the potential at a point. ഓക്കെ, ഒരു പോയിന്റിലുള്ളത് അങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കറിയേണ്ടത് ഈ V is equal to 0 ഉള്ളത് എവിടെയാണെന്നറിയണം.
ഈ സീറോ പൊട്ടൻഷ്യൽ സാധ്യമാണോ, അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യൽ എവിടെ ആയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും സീറോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ പോയിന്റിൽ വർക്കൊന്നും ചെയ്യണ്ട. കാരണം എന്താണ്, പൊട്ടൻഷ്യൽ സീറോ എന്ന് പറഞ്ഞാൽ നോ വർക്ക് ഈസ് ഡൺ അല്ലേ. നമുക്കറിയാം പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ തന്നെ നമുക്കറിയാം, V = W/Q ആണ്. സോ പൊട്ടൻഷ്യൽ സീറോ മീൻസ് എന്ത് സീറോ ആയിരിക്കും, വർക്ക് ഡൺ = 0. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് എവിടെയാണെന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടോ എന്നുള്ളത്. നമുക്കറിയാം ഒരു സോഴ്സ് ചാർജ് ഇവിടെ ഇരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. E = 1/4πε0, അതിനെ K എന്ന് വിളിക്കാം, ഇൻറ്റു Q/r². ദിസ് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഉള്ളൂ, നിങ്ങൾക്കറിയാലോ. ഓക്കെ, സോ അറ്റ് എ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ അല്ലേ, വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ആറിന് ഇൻഫിനിറ്റി കൊടുക്കണം. അപ്പോൾ അടിയിൽ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ E = അവിടെ എന്തായി മാറും, 0 ആയി മാറും. സോ അറ്റ് r = ഇൻഫിനിറ്റി E = 0, then what is the force experienced? Force is equal to force experienced by a charge there, test charge there. F is equal to QE. F is equal to QE. If E = 0, then the force is equal to 0. Then what is the work done? Work done is equal to force into displacement. Work done to move a small displacement dx. എന്ത് വരും? That is F into dx. F into dx. The work done W is equal to force into displacement, and force is equal to QE into displacement dx. Okay, force is already 0, we know that. Then what is W/Q is equal to W/Q is equal to E into dx. Okay, but what is W/Q? Work done per charge. It is the potential at that point. V is equal to E into dx. E എന്ന് പറയുന്നത് 0 ആണല്ലേ. So E is equal to 0. So V equal to 0. So at a distance r equal to infinity, potential equal to 0. അപ്പോൾ ഏത് രീതിയിൽ നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റും, ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ വർക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആ മെയിൻ പോയിൻ്റ് ആലോചിക്കുക. അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ്, at r is equal to infinity, what will become 0? The potential becomes 0. Potential becomes 0. Okay, so okay, now this relation becomes, ഈ റിലേഷൻ എന്തായി മാറുന്നു, this relation VA minus VB അല്ലേ. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് ഇൻഫിനിറ്റി ആണെന്ന് സങ്കല്പിക്കുക. സോ the relation becomes VA minus V infinity. ഓക്കെ, V infinity, ഇൻഫിനിറ്റിയിലാണ് രണ്ടാമത്തെ പോയിൻ്റ്, ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദി ആൻസർ? Q/4πε0 into 1/RA minus 1/infinity. What is 1/infinity? It is 0. So VA minus, what is the potential at infinity? It is 0. Potential at infinity is 0. That is equal to Q/4πε0 into 1/RA minus 0. 1/infinity is 0. So the relation becomes the potential at a point A is equal to, or at a distance RA, Q/4πε0 into 1/RA.
അല്ലെങ്കിൽ നമ്മൾ ജനറലൈസ് ചെയ്ത് ദി പൊട്ടൻഷ്യൽ അറ്റ് എ ഡിസ്റ്റൻസ് ആർ നമ്മൾ എഴുതുമ്പോൾ 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q/R എന്ന് കണ്ടുപിടിക്കാം. Q/R. പോയിൻ്റ് 6 ആണെങ്കിൽ 6. ഓക്കെ. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഓർ എ സോഴ്സ് ചാർജ്? V = 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q/R. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ നമുക്ക് ഡിറൈവ് ചെയ്യാം. ഒരു രീതി എന്ന് പറയുന്നത് ഇത് നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ, ഇത് നേരത്തെ ഡിറൈവ് ചെയ്തല്ലോ, അതേപോലെ ഡിഫറൻസ് എടുത്ത് ഡിറൈവ് ചെയ്തിട്ട് അവസാനം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ദിസ് ആൻസർ 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q/R. ഓക്കെ. ഇനി വേറൊരു മെത്തേഡും ഉണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡുണ്ട്. ഒന്നുകിൽ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതും കൂടി പറയാം. സോ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഈസ് ദി വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് എ ടെസ്റ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. എന്ന് പറയാൻ രണ്ടാമത്തെ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ബി എന്ന് സങ്കല്പിച്ചിരുന്നു അല്ലേ? അത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഇവിടെ ദി സെക്കൻഡ് പോയിന്റ് മസ്റ്റ് ബി അറ്റ് ഇൻഫിനിറ്റി. സോ ഇൻഫിനിറ്റിയിൽ നിന്നുള്ള വർക്കാണ് നമ്മളിവിടെ ഡെഫിനിഷനിൽ എടുക്കേണ്ടത്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ്. സി വി ക്യാൻ ഡിറൈവ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഇൻ സം അനദർ വേ. നമുക്ക് വേറൊരു രീതിയിലൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സി ഇറ്റ്സ് എ പോയിന്റ് ചാർജ്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്. പി എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം ചെയ്ത് അതേപോലെ തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് ഇൻഫിനിറ്റി കൊടുക്കുക. സി ദിസ് ഈസ് ദി ഇൻഫിനിറ്റി distance, and P is the point where we have to find out the electric potential due to this charge, this source charge, and that point is at a distance smaller from this source charge. Smaller distance അകലെയാണ് ഈ പോയിന്റ് where we have to find out the electric intensity. Now we assume a very small displacement here. അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്നൊരു ചാർജിനെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നതിൻ്റെ ഫീൽഡിലേക്ക് കയറുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യണം അല്ലേ? ഈ ചാർജിൻ്റെ ഫീൽഡിലേക്ക് കയറുമ്പോൾ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ അതിനെ ഫോഴ്സ് ഉപയോഗിച്ച് തള്ളുമ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചാർജ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ഒരു ടെസ്റ്റ് ചാർജ് അങ്ങോട്ട് മൂവ് ചെയ്യിക്കുമ്പോൾ ആ ടെസ്റ്റ് ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണ് അല്ലേ? ഇങ്ങനെയല്ല തള്ളാം, കാരണം ദിസ് ഇസ് എ പോസിറ്റീവ് ചാർജ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡി എക്സ് ഇങ്ങോട്ടാണ്, ഡി എക്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദിസ്? 180 ഡിഗ്രീസ് അല്ലേ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി അറ്റ് ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് 1/4 എപ്സിലോൺ 0 ഇൻറ്റു Q/x² ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്. അത് ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ. ഇനി വാട്ട് ഈസ് ദി ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്? F is equal to QE. അതങ്ങനെ കിടക്കട്ടെ. ഓക്കെ. നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ അല്ലേ? നമുക്കൊരു സ്മാൾ വർക്ക് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എ സ്മാൾ വർക്ക് ഡൺ ഇൻ മൂവിങ് ത്രൂ എ ഡിസ്റ്റൻസ് dx, small displacement dx is F dot dx is equal to F dx cos 180 അല്ലേ? F dot sൻ്റെ പ്രോഡക്റ്റാണ് എഴുതിയിരിക്കുന്നത്. cos 180 is -1, that is equal to minus F dx, minus F dx. Okay. Then what is the total work done? The total work done is equal to W അല്ലേ? W എന്ന് വിളിക്കാം. ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ നമുക്കറിയാം എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻറ്റ്. സി ദിസ് പോയിൻറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ അല്ലേ? ഈ പോയിൻറ്റ് ആർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് ആർ വരെ ആദ്യത്തെ ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി, അത് ആദ്യം എഴുതി. പിന്നെ ഫൈനൽ ഡിസ്റ്റൻസ് ആർ, അതും എഴുതി. ഇൻഫിനിറ്റി ടു ആർ. പിന്നെ ഇതാണ് വർക്ക് ഡൺ. സോ മൈനസ് എഫ് ഡി എക്സ്. ഓക്കെ, റെഡി? സോ W is equal to
എഫിന് വരെ നമുക്ക് വില കൊടുക്കാം മൈനസ് ടേക്കൺ ഔട്ട് സൈഡ് മൈനസ് ഇൻഫിനിറ്റി ടു ആർ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ഇ ആണ് അല്ലേ, ക്യൂ ഇ. സോ ക്യൂ ഇ ഡി എക്സ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, സോ വാട്ട് ഈസ് ഡബ്ല്യു ബൈ ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ ഇ ഡി എക്സ് അല്ലേ. വാട്ട് ഈസ് ഡബ്ല്യു ബൈ ക്യൂ? ഇറ്റ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ്. വർക്ക് ഡൺ പെർ ചാർജ് വി അല്ലേ. വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ആർ. വാട്ട് ഈസ് ഇ? ഇയുടെ ഇക്വേഷൻ എന്താണ്? 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എക്സ് സ്ക്വയർ. 1/4πε0 ഇൻറ്റു ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഓക്കെ റെഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ കോൺസ്റ്റൻറ്റ് വെളിയിലെടുക്കാം. ദാറ്റ് ഈസ് ക്യൂ ബൈ 4πε0 മൈനസ് വെളിയിൽ കിടക്കട്ടെ ഇൻറ്റു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/x² dx ആണ്. അതങ്ങ് മുകളിൽ പോകുമ്പോൾ x⁻² dx. ഓക്കെ, ഈ ഡെറിവേഷൻ എഴുതി പഠിക്കണം കേട്ടോ. സോ വാട്ട് ഈസ് വി? വി ഈസ് ഈക്വൽ ടു, ഓക്കെ, വി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? മൈനസ് ക്യൂ ബൈ 4πε0. 4πε0 ഇവിടെ എന്താണ്? x⁻² dx. അതിന് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. x⁻² പ്ലസ് 1 ഡിവൈഡ് ബൈ -2 പ്ലസ് 1 ഇൻഫിനിറ്റി ടു ആർ. ഇതാണ് ഇൻ്റഗ്രേഷൻ. ഇതേ കണക്ക് പഠിക്കണേ. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ ഗ്രാവിറ്റേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇൻ്റഗ്രേഷൻ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് റൂളൊക്കെ എടുത്ത് വെച്ച് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4πε0. നോക്കൂ, x⁻1 ബൈ -1 അല്ലേ. ഇത് -1 ആണ് ആഡ് ചെയ്യുമ്പോൾ, ഇൻഫിനിറ്റി ടു ആർ. ഈ മൈനസ് ഇഞ്ഞ് പുറത്തെടുക്കുമ്പോൾ പ്ലസ് ആയി മാറും. സോ ക്യൂ ബൈ 4πε0 ഇൻറ്റു ഇത് പ്ലസ് ആയി മാറും. ബാക്കി x⁻1 1/x എന്ന് എഴുതും, ഇൻഫിനിറ്റി ടു ആർ. സോ വാട്ട് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? യെസ്, ക്യൂ ബൈ 4πε0 ഇൻറ്റു അപ്പർ ലിമിറ്റ് 1/r അല്ല, എക്സിന് വരെ ആർ കൊടുക്കുന്നു, മൈനസ് ലോവർ ലിമിറ്റ് 1/∞. കണ്ടോ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. വാട്ട് ഈസ് 1/∞? വെരി ഗുഡ്, 0. സോ വി ഈസ് ഇക്വൽ ടു, ഇത് 0 ആയി മാറും. സോ ദി റിലേഷൻ ബിക്കംസ് 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ. നേരത്തെ പറഞ്ഞ സെയിം റിലേഷൻ, 1/4πε0 ഇൻറ്റു ക്യൂ ബൈ ആർ. ദിസ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഓർ എ സോഴ്സ് ചാർജ്. സോ ഇവിടെ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അത് ഓർത്തിരിക്കട്ടെ, വി പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റിലേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിലെ ഗ്രാവിറ്റേഷനിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ കൂടെ നോക്കുക, മറിച്ച് നോക്കണം. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേഷൻ നോക്കുക. അവിടെയും വർക്ക് വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ. ശരി. സോ ദിസ് ഈസ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ് അറ്റ് എ പോയിൻറ്റ്. Very important relation, and the derivation is also very important. Okay, so have a nice day.